വെൽക്കം ടു LK സ്റ്റാർ മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 4.3 പുതിയ സിലബസ് പ്രകാരം ടെക്സ്റ്റ് ബുക്ക് പുതിയതാണെങ്കിൽ 4.3, ഓൾഡ് ആണെങ്കിൽ 4.4 അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതാണ്, കണ്ടോ? ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇഫ് ദ റിയൽ റൂട്ട് എക്സിസ്റ്റ് ഫൈൻഡ് ദം. അതിൽ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പം ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? 3x² - 4√3x + 4 = 0. ഈ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ റിയൽ റൂട്ട്സ് കാണാൻ, ഈ റിയൽ റൂട്ട്സ് ആണ് നമ്മളോട് കാണാൻ, നേച്ചർ ഓഫ് റൂട്ട്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ നേച്ചർ ഓഫ് റൂട്ട്സ് കാണണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിസ്ക്രിമിനൻ്റ് പാർട്ട് യൂസ് ചെയ്യുക അല്ലേ. ഇതാണ് നമ്മുടെ ഫോർമുല. ഏത്? -b ക്വാഡ്രാറ്റിക് ഫോർമുലയാണിത്. -b ± √b² - 4ac/2a. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഡിസ്ക്രിമിനൻ്റ് ആണ്, ഇതിന് പറയുന്ന പേരാണ് എന്താണ്? ഡിസ്ക്രിമിനൻ്റ്. b² - 4ac ഡിസ്ക്രിമിനൻ്റ് പാർട്ട് എന്നാണ് പറയുന്നത്. ഈ ഡിസ്ക്രിമിനൻ്റ് പാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നേച്ചർ ഓഫ് റൂട്ട്സ് കാണാൻ പോകുന്നത് അല്ലേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫൈൻഡ് ദ നേച്ചർ ഓഫ് റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അത് കാണണമെങ്കിൽ ദ ഡിസ്ക്രിമിനൻ്റ് ഡീനെ ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെ? ഡിസ്ക്രിമിനൻറ്റിനെ ഷോർട്ടാക്കി ഡി എന്നാണ് പറയുക. സോ b² - 4ac ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? എ. ഇതാണ് ബി, ഇതാണ് സി. ക്ലിയർ ആയില്ലേ? സോ എ എന്ന് പറയുന്നത് x² കോഫിഷ്യൻറ്റ്, ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള -4√3, സി എന്ന് പറയുന്നത് E4 ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ എഴുതണം കേട്ടോ. a = 3, b = -4√3, c = 4. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. സോ നമ്മൾ നേച്ചർ ഓഫ് റൂട്ട്സ് കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നത് b² - 4ac വിച്ച് മീൻസ് വാട്ട്? ഡിസ്ക്രിമിനൻ്റ് പാർട്ടാണ്, അത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. b² എന്ന് പറയുന്നത് എന്താണ്? -4√3 2, ദെൻ മൈനസ്, ഈ മൈനസ് ഇട്ടു അല്ലേ. ദെൻ 4ac എന്ന് പറയുമ്പോൾ 4 × a എന്ന് പറയുന്നത് ആരാണ്? E3. ക്ലിയർ ആയല്ലോ. ഇൻറ്റു സി എന്ന് പറയുന്ന ആരാ? E4. അപ്പോൾ നമ്മൾക്കത് ചെയ്തെടുക്കാം. നോക്കിയേ, ഇവിടെ -4 എന്നാണ്. -4 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? -4 × -4 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 16. ക്ലിയർ ആയല്ലോ. ഇനി √3 ഇത് ഹോൾ സ്ക്വയർ എന്നാണ് പറയുന്നത്. സോ √3നെ സെപ്പറേറ്റ് ചെയ്യുക. √3 × √3 എന്ന് പറഞ്ഞാൽ വെറും 3 ആണ്. ക്ലിയർ ആയില്ലേ? വിത്തൗട്ട് ഇതിട്ടിട്ട് എഴുതാം. കാരണം √3 × √3 എന്ന് പറഞ്ഞാൽ √9 വരും. 9² എന്താണ്? 3 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി ഈ മൈനസ്, ഇനി ഇവിടെ എന്താ? 4 3s are 12 × 4. ക്ലിയർ? ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 16 × 3 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടി? 48. മൈനസ് 12 × 4 ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? -48. സോ നോക്കിയേ, -48 48 - 48 = what? 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഇവിടെ? നോക്കിയേ, b² - 4ac = 0. കണ്ടോ? ഇതാണ് b² - 4ac എന്ന് പറയുക. അത് എന്തിന് ഈക്വലായിട്ട്? 0ക്ക്. സോ ഇവിടെ എന്ത് നമുക്ക് പറയാം? ഇപ്പോൾ ഇവിടെ ഇഫ് ഡിസ്ക്രിമിനൻ്റ് b² - 4ac = 0, ഹിയർ വാട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫൈൻഡ് ദം. സോ അതിനെ നമ്മൾക്ക് ഫൈൻഡ് ചെയ്യണം. നോക്കിയേ, ഇവിടെ കിട്ടിയത് ഇതാണ് കേട്ടോ. ഇവിടെ കുറച്ച് കാര്യങ്ങളിവിടെ പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, നോക്കിയേ, അതായത് b² - 4ac എന്ന് പറയുന്നത് > 0 ആണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് നമുക്ക് കിട്ടും. എക്സിന് 2 ആൻസറുകൾ നമുക്ക് കിട്ടും. അത് വ്യത്യസ്തങ്ങളായിരിക്കും. ഇനിയോ, ഇപ്പോൾ b² - 4ac = 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടോ? 48 കിട്ടി. ഇവിടെ എന്താ കിട്ടിയത്? നമുക്ക് 0 കിട്ടിയത്. അപ്പോൾ അത് =0 വന്നു. അതാണ് ഈ പറയുന്നത്. കണ്ടോ? =0 വന്നാൽ അവിടെ എന്തുണ്ട്? റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ടല്ലേ, b² - 4ac എങ്ങനെ വരും? <0 വന്നാൽ
അവിടെ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നോ റിയൽ റൂട്ട് എക്സിസ്റ്റ്, അതാണ് പറയേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും നല്ലപോലെ പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും കിട്ടി. ഇവിടെ റിയൽ റൂട്ട്സ് ഉണ്ട്. സോ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഏതാണ് റിയൽ റൂട്ട്സ് എന്ന്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹിയർ ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് 2 ഈ റിയൽ റൂട്ട്സ്. കണ്ടോ, ഇവിടെ റിയൽ റൂട്ട്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതാണ് നോക്കാൻ പോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ക്വാഡ്രാറ്റിക് ഫോർമുല. അതാ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ -b സ്ക്വയർ -4ac ബൈ 2a. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ്, ആ മൈനസാണ് ഈ കൊടുത്തിരിക്കുന്നത്, ബിയുടെ അതായത് എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആരായിരുന്നു, -4√3. ഇവിടെ ഇതും കൊടുക്കണം, ഇവിടെ ഈ സൈനും കൊടുക്കണം, അല്ലെങ്കിൽ കണക്ക് തെറ്റും. ഇനി എന്താ കൊടുക്കുക, പ്ലസ് ഓർ മൈനസ് ഇവിടെ ഇട്ടു. നമ്മളിത് ഓൾറെഡി കണ്ടെത്തിയില്ലേ, b² -4ac 0 കിട്ടിയത്, 48 - 48 = 0 കിട്ടി. അപ്പോൾ ആ 0 റൂട്ടിൽ അവിടെ ഇട്ട് കൊടുത്തോളുക. ബൈ 2a എന്നാണ് അല്ലേ. സോ 2 ഇൻറ്റു എയുടെ കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ x² കോഫിഷ്യൻ്റ് 3. ക്വസ്റ്റ്യനിൽ കേട്ടോ, ക്വസ്റ്റ്യനിൽ കണ്ടോ, അതാ x² കോഫിഷ്യൻ്റ് 3, അതാണ് 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 ആണ്. ഇവിടെ മറ്റേത് കേട്ടോ, -b എന്ന് പറയുമ്പോൾ എന്താണ്, -4√3 എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടു, ഇവിടെ 6 കിട്ടിയത് എങ്ങനെയാണ്, 2 ഇൻറ്റു 3 ചെയ്താണ് 6 കിട്ടിയത്. നോക്കിയേ, എക്സ് ഇസ് ഈക്വൽ ടു 4√3 + 0 ബൈ 6. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് പ്ലസ് ഓർ മൈനസ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് 2 പാർട്ടായിട്ട് ഇതിനെ എടുക്കുക. ഒരെണ്ണത്തിൽ എന്ത് കൊടുത്തു, 4√3 + 0 ബൈ 6 കൊടുത്തു. ഇപ്പുറത്തെടുത്തപ്പോൾ എന്താ കൊടുത്തത്, എക്സ് ഇസ് ഈക്വൽ ടു 4√3 - 0 ബൈ 6. ക്ലിയർ ആയല്ലോ. ഇനി നോക്കിയേ, 4√3 + 0 വിച്ച് മീൻസ് വാട്ട്, 4√3 ബൈ 6 ആയിരിക്കും. ഇത് 2ൽ പോവില്ലേ, 2 2s are 4, 2 3s are 6. ക്ലിയർ. സോ വി ഗോട്ട് വാട്ട്, 2√3 ബൈ 3. ക്ലിയർ ആയല്ലോ ഇതാ. ഇനി അതേപോലെ തന്നെ ഈ പാർട്ട്, നെഗറ്റീവ് ഇട്ട പാർട്ട് നോക്കാം നമുക്ക്. കണ്ടോ, എക്സ് ഇസ് ഈക്വൽ ടു 4√3 - 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു 4√3 കിട്ടി ബൈ 6. ഇതും പോവുമല്ലോ. കണ്ടോ, ഇത് 2 ടൈംസ് പോയി, 2ൽ ഇത് 3 ടൈംസ് പോയി. സോ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു 2√3 ബൈ 3 കിട്ടി. ക്ലിയർ ആയില്ലേ. ഇനി ഇപ്പോൾ രണ്ടിടം നോക്കിയേ, ഒരുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞു b² - 4ac = 0 എന്ന് വന്നാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്, 2 ഈക്വൽ റൂട്ട്സ് കിട്ടും എന്ന് തന്നെ. 2 ഈക്വൽ റൂട്ട്സ് അല്ലേ ഇവിടെ കിടക്കുന്നത്. കണ്ടോ, എക്സിന് ഇവിടെ വാല്യൂ എന്താണ്, 2√3 ബൈ 3. ഇവിടെ എക്സിന് കിട്ടിയത് എന്താണ്, 2√3 ബൈ 3. ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടെ ഇതിൽ ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ഈ √3 ബൈ 3നെ നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്തുകൂടെ. കണ്ടോ, √3 അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. പിന്നെ ഈ 3നെ നമുക്ക് എങ്ങനെ എടുക്കാം, √3 ഇൻറ്റു √3 എന്ന് എടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതും പോയി ഇതും പോയി. അപ്പോൾ നമ്മൾക്ക് ബാക്കി വന്ന ആൻസർ എന്താണ്, 2/√3. ക്ലിയർ ആയില്ലേ. അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യാമല്ലോ. ഇവിടെ കിട്ടിയത് എന്താണ്, കണ്ടോ, 2√3 ബൈ 3 എന്നാണ്. അതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം, ഈ 2√3 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതുക. ഡിനോമിനേറ്റർ ആയിട്ടുള്ള 3യെ നമുക്ക് എന്ത് ചെയ്യാം, √3 ഇൻറ്റു √3 എന്ന് കൊടുക്കാം. അപ്പോൾ 3 ക്യാൻസൽഡ്. ഈക്വൽ ചെയ്താൽ എത്ര വരും, 2/√3. കണ്ടോ, രണ്ട് സൈഡിലും എന്താ കിട്ടിയത്, 2/√3. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു അല്ലേ, എന്താ പറഞ്ഞത്, b² - 4ac = 0. ഇവിടെ റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ഇതൊന്ന് നോക്കിക്കൊള്ളുക. ഇതാ ഇവിടെ പറയുന്നത് കണ്ടോ, അതായത് കണ്ടോ, ഇവിടെ വന്നത് d = b² - 4ac > 0 ആണെങ്കിൽ അവിടെ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് എക്സിന് 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള വാല്യൂസ് കിട്ടും. ഇനി നോക്കിയേ, ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ പ്രകാരം ഡിസ്ക്രിമിനൻ്റ് എന്താ, b² - 4ac = 0ക്ക് തുല്യമാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടുക, 2 ഈക്വൽ റൂട്ട്സ്. ഇതുപോലെ 2 ഈക്വൽ റൂട്ട്സ് അല്ലേ നമുക്കിപ്പോൾ കിട്ടിയത്. എന്തായിരുന്നു ആൻസർ, എക്സ് ഇസ് ഈക്വൽ ടു, കണ്ടോ, എക്സ് ഇസ് ഈക്വൽ ടു 2/√3യും ഇവിടെ 2/√3യും. ക്ലിയർ ആയോ. ഒന്നുകൂടി കാണിക്കാം കേട്ടോ, എൻ്റെ സ്റ്റാർട്ടിങ് മുതൽക്ക് ഒന്നുകൂടി കാണിച്ചു തരാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ എത്രയാ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ.
അപ്പോൾ ഇത് നല്ലപടി പഠിക്കുക. ആ 3 സംഭവങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഏതാണ് റിയൽ റൂട്ട്സ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ള 3 കാര്യങ്ങൾ അല്ലേ. അതെന്തായിരുന്നു? b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സിന് 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. അല്ല b² - 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന് നമ്മൾക്ക് എന്ത് കിട്ടും? ഈക്വൽ ആയിട്ടുള്ള 2 ആൻസേഴ്സ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഇതുപോലെ കണ്ടോ, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എന്നുണ്ട് കേട്ടോ, എക്സ് ഈക്വൽ ടു. അതുപോലെ ഇവിടെയും എക്സ് ഈക്വൽ ടു. ഇനി നമുക്ക് എന്തില്ല, എക്സിന് b² - 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്താണ്? ദർ ഇസ് നോ റിയൽ റൂട്ട്സ് എക്സിസ്റ്റ്. ഇതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. താങ്ക് യു സോ മച്ച്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.